ക്രിസ്തു ഉള്ളിലുള്ള ഒരു വ്യക്തിയുടെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ തേജസ് അഥവാ മഹത്വം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? ഈ തേജസ്സിൻ്റെ തീവ്രത എത്രമാത്രമുണ്ട്? ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഗോഡ്സ് ഡിസയർ ഫോർ യിലേക്ക് താങ്കൾക്ക് സ്വാഗതം. 2 കൊരിന്ത്യർ 3-4 അധ്യായങ്ങളിലായി ദൈവമക്കളിൽ പകരപ്പെട്ടിരിക്കുന്ന തേജസ്സിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നുണ്ട്. കൊരിന്തിലെ വിശ്വാസികൾ പൗലോസിന്റെ ശുശ്രൂഷയാൽ ഹൃദയപ്പലകയിൽ എഴുതിയ ക്രിസ്തുവിൻ പത്രങ്ങൾ എപ്പിസോഡ്സ് ഓഫ് ക്രൈസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് താഴോട്ട് പൗലോസ് എഴുതുന്നു. ഈ പത്രം എഴുതിയത് പരിശുദ്ധാത്മാവിനാലാണ്. മാത്രമല്ല, ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാണ്. അധികം തേജസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മോശയുടെ മുഖത്ത് ദൈവവുമായുള്ള സംഭാഷണത്തിന് ശേഷം തിളങ്ങി നിന്നിരുന്ന തേജസ്സിനേക്കാൾ തേജസ്സുള്ളത്. പുറപ്പാട് 34:29 മുതൽ 35 വരെയുള്ള വേദഭാഗത്ത് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന തേജസ്സിനെ മറയ്ക്കാൻ മോശ മൂടുപടം ഇടുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. മോശയുടെ മുഖത്ത് തേജസ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവമക്കളിലേക്ക് പകരപ്പെട്ട തേജസ് മാഞ്ഞു പോകുന്നതല്ല, നിലനിൽക്കുന്നതാണ്. അതെ, ക്രിസ്തു ഉള്ളിലുള്ള ഓരോ വ്യക്തിയിലും ആത്മാവിന്റെ ശുശ്രൂഷയാൽ പകരപ്പെട്ടിരിക്കുന്ന തേജസ് നിലനിൽക്കുന്നതാണ്. എപ്പോഴും നമുക്ക് അനുഭവിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഈ തേജസ് നമുക്ക് നൽകുന്ന 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി, തേജസ് നമ്മെ ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുത്തുന്നു. 2 കൊരിന്ത്യർ 3:18 നാം വായിക്കുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഒരു കണ്ണാടി മനുഷ്യന്റെ മുഖം വ്യക്തമായി പ്രതിബിംബിക്കുന്നത് പോലെ നമുക്ക് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ ഈ തേജസ് മൂലം സാധിക്കുന്നു. മാത്രമല്ല, ഈ തേജസ് ഒരു പടിയിൽ നിന്ന് അടുത്ത പടിയിലേക്ക്, ഒരു ഡിഗ്രിയിൽ നിന്ന് അടുത്ത ഡിഗ്രിയിലേക്ക് പോകുന്നതാണ്. ക്രിസ്തുവിന്റെ മഹത്വത്തെ നമുക്ക് എത്രയധികം വേണമെങ്കിലും പ്രസരിപ്പിക്കാൻ സാധിക്കും. നമ്മളും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുന്നതിനനുസരിച്ച് ഈ ശോഭ ക്രിസ്തുവിന്റെ സ്വഭാവമായി നമ്മളിൽ കൂടെ ലോകം കാണും. രണ്ടാമതായി, ഈ തേജസ് നമ്മൾ നേരിടുന്ന ഏതു വെല്ലുവിളികളെയും തരണം ചെയ്യാൻ സഹായിക്കുന്നു. 4:7 നമ്മൾ വായിക്കുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. 3-4 അധ്യായങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഈ തേജസ്സിനെക്കുറിച്ച് തന്നെയാണ് അത്യന്ത ശക്തി എന്ന് പൗലോസ് പറയുന്നത്. ബലഹീനമായ നമ്മുടെ ശരീരങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തിക്ക്, തേജസ്സിന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. പൗലോസ് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നിനും പൗലോസിനെ തളർത്താൻ സാധിക്കത്തില്ല. കാരണം ക്രിസ്തുവിന്റെ ശക്തി ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പൗലോസിനെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, കഷ്ടതകളുടെ മധ്യത്തിൽ താളടിയാകാതെ നിലനിൽക്കാൻ നിങ്ങളിൽ പകർന്നിരിക്കുന്ന തേജസ്സിന് സാധിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? മൈക്കലാഞ്ചലോ എന്ന വിശ്വവിഖ്യാത ചിത്രകാരൻ ഒരു മാർബിൾ കല്ലിനെ ഉറ്റുനോക്കിക്കൊണ്ട് തൻ്റെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്നു. ഈ കല്ലിനെ ഇത്രയധികം സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ട് സമയം നഷ്ടമാക്കുന്ന എന്തിനാണ് എന്ന് ഒരു സഹപ്രവർത്തകൻ ചോദിച്ചു. മൈക്കലാഞ്ചലോ മറുപടി പറഞ്ഞു, ആ പാറക്കഷ്ണത്തിലൊരു മാലാഖയുണ്ട്, ഞാൻ അവനെ മോചിപ്പിക്കാൻ പോവുകയാണ്. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തു ഉള്ളിലുള്ള ഓരോ വ്യക്തികളിലും ഒരു മാലാഖയുണ്ട്, മഹത്വമുണ്ട്, തേജസ്സുണ്ട്. ഇതിനെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ ജോലിയാണ്. അതെ, നമ്മളിലുള്ള നീങ്ങിപ്പോകാത്ത അതിമഹത്തായ തേജസ്സിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ ഈ തേജസ്സിനെ നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തോട് നമുക്ക് അനുരൂപപ്പെടുവാൻ സാധിക്കും. മാത്രമല്ല, ഈ തേജസ് നിമിത്തം ജീവിത പ്രശ്നങ്ങളെ ഒരു വിജയമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് പ്രകാശിക്കാം. കാരണം നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തു ഉള്ളിലുള്ള ഓരോ വ്യക്തികളിലും കർത്താവെ, അങ്ങയുടെ തേജസ്സിനെ പകർന്നിട്ടുണ്ടല്ലോ. ഈ തേജസ്സിനെ കർത്താവെ ഒരു കണ്ണാടിയിൽ പ്രതിബിംബിപ്പിക്കുന്നത് പോലെ ഞങ്ങളിൽ കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യിക്കുവാനായിട്ട്, മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തേജസ് കർത്താവെ ഞങ്ങൾ അങ്ങേപോലെ ആക്കുന്നതാണല്ലോ. ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നതാണല്ലോ. ഓരോരുത്തരുടെ മേലും
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് പകർന്നാട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥന കർത്താവെ അവർ റിസീവ് ചെയ്യുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനം അവർ അനുഭവിക്കട്ടെ. കർത്താവെ, അത്യന്ത ശക്തി അവരുടെ മേൽ അധികം കടന്നു വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഏതെങ്കിലും ഒരാൾ കർത്താവെ യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം കടന്നു വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഉള്ളിലും കർത്താവെ അങ്ങ് ജനിക്കുവാൻ, അങ്ങുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാകുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫോർവേഡ് ചെയ്യുവാൻ മറക്കരുത്. ദൈവം നമ്മളെ എവിടെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലസ് യു.